നമസ്കാരം, ബീറ്റ് ഓഫ് ടെക്നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ മൊബൈലിൽ ചെയ്യുന്ന കുറച്ച് തെറ്റുകളും പിന്നെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്ന കുറച്ച് തെറ്റാണ്, എന്നാൽ അറിയാതെ കുറേ പേര് ചെയ്യുന്ന ഫോണിൽ ചെയ്യുന്ന കുറച്ച് തെറ്റാണ്. ഇത് നമ്മുടെ ഫോണിന് ഡാമേജും കാര്യങ്ങളൊക്കെ ആക്കും. എന്നാൽ എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഫോൺ ചൂടാകുന്നത്, ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാനാകും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നത് തീർച്ചയായിട്ടും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഫോൺ ഹീറ്റ് ആകുന്നത്? അതായത് ഒരുപാട് കാരണം കൊണ്ട് നമ്മുടെ ഫോൺ ഹീറ്റ് ആകും. അതായത് ഫ്ലാഗ്ഷിപ്പ് ആയിരുന്നാലും മിഡ് റേഞ്ച് ആയിരുന്നാലും ലോ ബഡ്ജറ്റ് ആയിരുന്നാലും എല്ലാ ഫോണും, അതായത് ഏത് കമ്പനി എടുത്താലും, ഇപ്പോൾ സാംസങ് ആണെങ്കിലും നമ്മുടെ റെഡ്മി ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും എല്ലാ കമ്പനി ഫോണായിരുന്നാലും ഹീറ്റ് ആവും. ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തായിരുന്നാലും പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അതിന് ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ നമ്മുടെ നമ്മൾ ഫോൺ മേടിച്ച് കഴിഞ്ഞ് കുറച്ച് നാളിലേക്ക് നല്ല നോർമലായിട്ടൊക്കെ വർക്കാവും. എന്നാൽ ഒരുപാട് നാളിന് ശേഷം ഫോൺ നന്നായിട്ടൊക്കെ ഹീറ്റാവും. അതിന് മെയിനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ റണ്ണാകും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അധികം ഒന്നും റണ്ണാകാത്ത ആപ്ലിക്കേഷനുണ്ട്, റണ്ണാകുന്നതുണ്ട്. എന്നാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ APK പ്യൂർ അല്ലെങ്കിൽ ആപ്റ്റോയിഡ് അങ്ങനെ തേർഡ് പാർട്ടി ആയിട്ടൊക്കെ നമ്മൾ APK ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവും. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കിടക്കും. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ മൈനിങ് അങ്ങനത്തെ കാര്യങ്ങൾ പോലെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോണൊക്കെ ഒരുപാട് ഹീറ്റ് ആകാനുള്ള ഒരു കാരണമാണ്. ഒന്നെന്ന് പറയുമ്പോൾ ഇതാണ്, നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോൺ ഒരുപാട് ഹീറ്റാകും. രണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന, അതായത് ഒരുപാട് നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും, അതിൻ്റെ ഓവറായിട്ടുള്ള യൂസേജും കാരണം കൊണ്ട് നമ്മുടെ ഫോൺ ഹീറ്റാകും. അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് വെച്ചാൽ അത് നമുക്ക് കുറച്ച് യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചാൽ നമുക്കത് പരിഹരിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ഫോൺ ഹീറ്റാവുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു മെയിൻറ്റെയിൻ ആയിട്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ഫോണിലും അത് കോൺട്രാക്റ്റ് ആയിട്ട് നമ്മുടെ ഫോൺ അതിലധികം കൂടുതലായിട്ട് ഹീറ്റാകും. അങ്ങനെ രണ്ടും കൂടെ കൊളിഷൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫോൺ കൂടുതലായിട്ട് ഹീറ്റാകും. അത് ഒരു മൂന്നാമത്തെ കാരണമാണ്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് എപ്പോഴും ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഫോൺ ഹീറ്റാകുന്നതിന് മെയിനായിട്ടുള്ളൊരു കാരണം ഇതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ഫോൺ ഹീറ്റാകാൻ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ റൂമിലൊക്കെ ACയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ പുറത്തൊക്കെ പോകുന്നത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഫോൺ പിന്നെ ഏറ്റവും കൂടുതൽ ഹീറ്റാകുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരുപാട് പേര് നമ്മുടെ ഫോണിൽ ചെയ്യുന്ന തെറ്റുകളും കാരണം കൊണ്ട് നമ്മുടെ ഫോൺ ഹീറ്റ്. അതിലൊന്നെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷനാണ്. ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നടക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ട്, ഫോൺ ഹീറ്റാകും. അതൊന്നാമത്തെ കാര്യമാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ എന്തിന് യൂസ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതൊന്നും ഒരിക്കലും തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ പാടില്ല. എന്നാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്പർ അതിൽ പ്രോഗ്രാമിൽ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് മാത്രം കത്തിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കേണ്ട ഒരാവശ്യവും തന്നെ ഇല്ല. എന്നാൽ ആ ഫോണിൻ്റെ ഡെവലപ്പർമാർ ആ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ എല്ലാം തന്നെ ചോർത്താൻ വേണ്ടിയിട്ടൊക്കെ അതിനകത്ത് പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയായിരിക്കും ആ ആപ്ലിക്കേഷൻ ഇറക്കുന്നത്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ റിയൽ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോൺ നന്നായിട്ട് ഹീറ്റാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആയിരുന്നാലും ഹീറ്റാകും, അത് നോർമലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. എന്നാൽ ഇതിലധികം ഹീറ്റാകുന്നതിന് കുറച്ച് കാരണങ്ങളാണ് ഇന്ന് നമ്മളിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ. പിന്നെ നമ്മുടെ ഫോൺ ഹീറ്റാകുന്നതിന് ഒരു കാരണം നമ്മുടെ മദർ ബോർഡ്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ടായ നമ്മുടെ CPU ICയും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മുടെ ഫോൺ നന്നായിട്ട് ഹീറ്റാകും. അത് നമ്മളൊരു ഹാർഡ്വെയർ ടെക്നീഷ്യനെ സമീപിച്ചാൽ മാത്രമായിരിക്കും നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയും പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പുതിയ വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. അടുത്തൊരു പുതിയ വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.